ഹലോ, എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ലാസ്റ്റ് 29th. ഞങ്ങൾ വലിയ ആൾ വാരവൊന്നും ഇല്ലാതെ ചെറുതായിട്ട് ഞാനും ജേസൺ ചേട്ടനും ഹാർലിനും കൂടെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് ടേബിൾ ബുക്ക് ചെയ്തത്. ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഇന്നത്തെ ദിവസത്തിൻ്റെയും. കിച്ചൺ ക്ലോസ് ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈ ടർക്കിഷ് റെസ്റ്റോറൻറ്റിലായിരിക്കും മിക്കവാറും തന്നെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹാർലിന് ഇവിടെയും ഫെമിലിയറാണ്. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 4ാമത്തെ പ്രാവശ്യമായിരിക്കും വരുന്നത്. ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ആൾ കുറവായിരിക്കും മിക്കവാറും തന്നെ. അങ്ങനെ റഷൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ സ്പേസിൽ എത്ര നേരം വേണേലും ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുകയോ വർത്തമാനം പറയുകയോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടർ വന്നു. സ്റ്റാർട്ടർ ഞാൻ പ്രോൺസിൻ്റെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ലതായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഹാർലിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ്റെ സംഭവങ്ങൾ, ചിക്കൻ ഗ്രില്ല് ചെയ്ത അതാണ് ഹാർലിൻ ഓർഡർ ചെയ്തത്. ഹാർലിന് ഇഷ്ടമാണ് എല്ലാ ഫുഡും, എല്ലാം തന്നെ കുറച്ച് കൊടുക്കാറുണ്ടെങ്കിലും ഞാൻ അവൾക്ക് മെയിനായിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്യാറുണ്ട്. മെയിനായിട്ട് ചിക്കൻ ആയിരിക്കും മിക്കവാറും തന്നെ ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ പ്രോൺസിൻ്റെ കൂടെ കുറച്ച് സാലഡൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സാലഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വയറ് നിറച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഡിഷുകൾ വന്നു. അതിൽ ഓർഡർ ചെയ്തത് ചിക്കൻ ഷവർമയാണ് കേട്ടോ. ചിക്കൻ ഷവർമയും പിന്നെ വിങ്സ്, ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് രണ്ടും കഴിച്ചു. പിന്നെ ചിപ്സാണ് രണ്ടിൻ്റെയും കൂടെ പറഞ്ഞത്. റൈസ് പിന്നെ നമ്മളെപ്പോഴും കഴിക്കുന്നതാണല്ലോ, അത് കാരണം റൈസ് വേണ്ടാന്ന് വെച്ചു. ഹാർലിൻ്റെ റൈസേ വേസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ എന്ത് വന്നാലും ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും അവർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ വരുമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഞാനതിന് വേണ്ടി പതിയെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് ആംബിയൻസൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും ആസ്വദിച്ചിരുന്നപ്പോൾ ലൈറ്റ് ഓഫ് ആൻഡ് ഓൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ വരികയായിരിക്കും എന്ന്. പക്ഷെ കുറച്ച് നേരമായിട്ട് അവർ വരുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അവസാനം ഞാൻ ജേസനോട് പറഞ്ഞു, ഇനി വല്ല പ്രേതം വല്ലതും വരുവാണോ, ഈ ലൈറ്റൊക്കെ ഓണോ ഓഫൊക്കെ ആകുന്നു, ഇതെന്താ ഇത്? പക്ഷെ ശരിക്കും നേരത്തെ അങ്ങനെ ഇങ്ങനെ ലൈറ്റ് ഓഫ് ഓൺ ആകുന്നത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവർ വരുന്നു. ഇത് പിന്നെ വലിയ സർപ്രൈസൊന്നും ഇല്ലായിരുന്നു, കാരണം അവർ ഇതൊക്കെ കൊണ്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു നേരത്തെ തന്നെ. ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ ഹണി കോമ്പിൻ്റെ ഒരു ഡെസേർട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിനകത്ത് അവരുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്നു. പിന്നെ എല്ലാവരും ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാണ് കാണുന്നത്. എനിക്കാണെങ്കിൽ വലിയ സന്തോഷമാണ് കേട്ടോ നമ്മൾ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്. ഞാൻ മിക്കവാറും തന്നെ അങ്ങോട്ട് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ബർത്ത്ഡേ വിഷ് ചെയ്യിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ബർത്ത്ഡേ വിഷസ് എരന്ന് വാങ്ങിക്കുവാണോ നീന്ന്. പക്ഷെ ഒരു രസമല്ലേ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക്. അങ്ങനെ അതും കഴിഞ്ഞു. ഡെസേർട്ട് കഴിക്കുകയാണ്. ഹാർലിന് പ്രത്യേകം ബ്രൗണി വിത്ത് ഐസ്ക്രീം അവളുടെ പാക്കേജിനകത്ത് ഉണ്ടായിരുന്നു. അത് കാരണം അവൾക്ക് പിന്നെ ഈ ഐസ്ക്രീമിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇപ്പം കാണിക്കുന്നില്ല, ഇച്ചിരി കഴിയുമ്പോൾ കാണിക്കുമായിരിക്കും. പിന്നെ അവൾ ആദ്യം കൊടുത്തേക്ക് തുപ്പി താഴെ കളഞ്ഞു, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവൾക്ക് പിന്നെ ഈ ഹണി കോമ്പിൻ്റെ കുറച്ച് മധുരം കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവൾക്കതങ്ങനെ കൊടുത്തില്ല. പിന്നെ അതിനകത്തൊരു ചോക്ലേറ്റിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് അവൾക്ക് കൊടുത്തു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടി ഈ ആംബിയൻസ് ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. അത് കാരണം അത് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ സമയം 5 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇരുട്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുക. പക്ഷേ ഈ ലൈറ്റൊക്കെ വന്നു ഈ ഒരു സന്ധ്യ മയങ്ങുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ സൗണ്ടിന് ഇത് വരുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓണായിരുന്നു. ആ ലൈറ്റിൻ്റെ അടിയിലൊക്കെ കുറച്ച് നേരം നിന്നിട്ട് അപ്പോൾ ഇവിടെ ഈ മോളിൽ ചിൽഡ്രൻസിന് കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഹാർലിനെ കുറച്ച് നേരം ഇറക്കി വിട്ടു. ഹാർലിന് സാധാരണ ഇവിടെയൊക്കെ വരുന്ന പേടിയാണെങ്കിൽ ഇപ്പോൾ വലുതായതുകൊണ്ടാണ് തോന്നുന്നത്, ഇപ്പോൾ ഭയങ്കര അവിടുത്തെ സ്റ്റാറാണ് ഹാർലിൻ. അവിടെ എല്ലായിടത്തും ഓടി നടക്കുന്നു, എല്ലാത്തിലും കയറുന്നു, കളിക്കുന്നു. ഷീ ഈസ് വെരി ഹാപ്പി. ദെൻ ഞങ്ങൾ എന്ത് ചെയ്തു, അവളെ ആയിട്ട് കുറച്ച് നേരം വിട്ടു. കാരണം അവിടെയും തിരക്ക് കുറവാണ്. സാധാരണ ഇവിടെ വരുമ്പോൾ നിറച്ച്
പിള്ളേരായിരിക്കും ഇവിടെ. അത് വലിയ പിള്ളേരൊക്കെ ആയതുകൊണ്ട് പിന്നെ അധികം നേരം ഹാർലിനെ ഞാനവിടെ നിർത്തത്തില്ല. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടായെന്ന് തോന്നുന്നു ആരും തന്നെ ഇല്ലായിരുന്നതുകൊണ്ട് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹാർലിനെ എല്ലാം ഹാർലിൻ്റെ ഡാഡ എക്സ്പ്ലോർ ചെയ്യിക്കുവാണ് എല്ലാ കാര്യങ്ങളും. ഹാർലിന് ഭയങ്കര സന്തോഷമായി. ആദ്യം എല്ലാത്തിലൊക്കെ കയറാൻ മടി കാണിക്കുമെങ്കിലും പിന്നീട് പുള്ളിക്കാരി അതിനകത്തുനിന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ അവൾ വരുള്ളൂ. അങ്ങനെ ഈ ഒരു റൺ ചെയ്യുന്ന ഇതിനകത്തും അങ്ങനെ ഓരോ ദിവസവും ഓരോന്നിലാണ് ഞങ്ങൾ സാധാരണ അവളെ കയറ്റാറ് കേട്ടോ. അങ്ങനെ ഇത് പേ ചെയ്തു അവളത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ടൈം പാസ് ഒക്കെ നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ അതും നോക്കി ഞാനങ്ങനെ നിൽക്കുക കുറച്ച് നേരം. പിന്നെ ഹാർലിൻ തിരിച്ചു പോവുക, പക്ഷെ അവൾക്ക് പോവണ്ട, അവൾ വീണ്ടും തിരിച്ചു വരാനായിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെയായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ എല്ലാം നോക്കി നിന്നു. അങ്ങനെ ഞാനോർത്ത് ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഒരു ഭാഗ്യം പരീക്ഷിക്കാമെന്ന്. അങ്ങനെ ഒരു ടിക്കറ്റ് ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ചു. അത് ഉരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 5 പൗണ്ടിൻ്റെ കേട്ടോ മേടിച്ചത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല. കൊടുത്ത പൈസ തിരിച്ച് കിട്ടി. 5 പൗണ്ട് കൊടുത്തു, 5 പൗണ്ട് തിരിച്ച് കിട്ടി. അല്ലാതെ വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല ബർത്ത്ഡേ ആയിട്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം അതൊക്കെ ഒന്ന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റാർബക്സിലോട്ടാണ് പോയത്. അവിടെ പോയി ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി കുടിച്ചുകൊണ്ട് നിൽക്കാമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെയ്സൺ ചേട്ടൻ്റെ ഒരു കൊളീഗ് വരാനുണ്ടായിരുന്നു. അങ്ങനെ അതും വെയിറ്റ് ചെയ്തു, അതും അവരെയും കണ്ടു. നേരെ വീട്ടിൽ വന്നപ്പോൾ ജെയ്സൺ ചേട്ടൻ എനിക്ക് സർപ്രൈസായിട്ട് കേക്ക് ലാസ്റ്റ് നൈറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നൈറ്റ് മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് വൈകുന്നേരം ഞങ്ങൾ അങ്ങ് 3 പേരും കൂടെ മുറിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേക്കൊക്കെ കൊടുത്തു. ഹാർലിന് അത് വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് തേച്ച് കൊടുത്തു, ബാക്കി അവളും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഏകദേശം സന്തോഷം ആയിട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഷർട്ട് ജെയ്സൺ ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ അതും കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചു. ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞു. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. സന്തോഷം.